നമസ്കാരം. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണെന്നും ഇത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനായി ഒരുപാട് കാരണങ്ങൾ നിലവിലുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് PV അൻവറിൽ നിന്നും വന്നിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ്. PV അൻവർ ആരാണെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ MLA ആണ്. ആ PV അൻവറാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ വലിയ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതും അവരുടെ ഇടതുപക്ഷ MLAയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നതിനപ്പുറം ഇതുപോലെ ഒരു ഗതികേട് തിരിച്ചടി CPM എന്ന പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും ഇനി വരാനില്ല. ഇനി ഒരു പക്ഷേ ആ സർക്കാർ തന്നെ ഇക്കാരണത്താൽ അങ്ങ് രാജിവെച്ച് ഇറങ്ങിപ്പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. എന്നാൽ പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആരോപണങ്ങൾ, എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും പിണറായി കുലുങ്ങില്ല. കസേരയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിണറായി അത്ര പെട്ടെന്ന് രാജിവെച്ച് പോവുകയൊന്നുമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളുടെ ഇടയിൽ PV അൻവർ എന്ന നിലമ്പൂർ MLAയുടെ വെളിപ്പെടുത്തലുകൾ, വാക്കുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും വ്യക്തമായി തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം അൻവർ ഒരു വലിയ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. PV അൻവർ എന്ന നിലമ്പൂർ MLAയുടെ ചരിത്രം അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹം പഴയകാലത്ത് ഒരു കോൺഗ്രസ്സുകാരനാണ്. അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വളരെയധികം അടുത്ത ബന്ധം പുലർത്തുകയും അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് ഈ PV അൻവർ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് പാർട്ടി മാറേണ്ടി വന്നതാണ് PV അൻവറിന്. ഈ സാഹചര്യം പരിശോധിക്കണമെങ്കിൽ PV അൻവർ എന്ന വിദ്യാർത്ഥി നേതാവിനെ പോലും നമ്മൾ ഒന്ന് പ്രതിപാദിക്കേണ്ടതായിട്ട് വരും. കാരണം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും അതുപോലെ തന്നെ മമ്പാട് MES കോളേജിൽ നിന്നും ബിരുദമൊക്കെ നേടിയ PV അൻവർ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ഒരു KSU നേതാവായിരുന്നു. കുറച്ചുകൂടി ആധികാരികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം KSUവിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു. അത് മാത്രമല്ല PV അൻവറിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നതും അതൊരു വലിയ കോൺഗ്രസ് ഫാമിലിയാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. PV അൻവർ അടക്കം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 14 മക്കളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു കുടുംബമാണ്. പുത്തൻ വീട്ടിൽ കുടുംബത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ വരെയുണ്ട്. അത് മാത്രമല്ല പണ്ട് മുതൽ തന്നെ അവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തരായിട്ടുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കന്മാരുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ PV അൻവറിനെ കുറിച്ച് ഇവിടെ പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കോലാഹലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അൻവറിൻ്റെ നീക്കത്തിലൂടെ തന്നെ വ്യക്തമാകുന്നത് അദ്ദേഹം LDFുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ്. കാരണം ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല, ഇതിൽ കൃത്യമായിട്ടുള്ള വസ്തുതയുണ്ടെന്നും അത് ഞാൻ തെളിയിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് PV അൻവർ. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു വ്യക്തമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ കൈയടക്കി വെച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കയ്യാളിക്കൊണ്ട് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ചില രീതികളും അതോടൊപ്പം തന്നെ ചില ക്രിമിനൽ സ്വഭാവവും കേരളത്തിൻ്റെ ഈ ആഭ്യന്തര വകുപ്പിനെയും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനത്തെയും നശിപ്പിച്ചെന്നും ഇല്ലാതാക്കിയെന്നും കേരളത്തിലെ വലിയ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന P. ശശി ക്രിമിനൽ സ്വഭാവവും, അത് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള ആഭ്യന്തര തകർച്ചയുമാണ് ഇപ്പോൾ നേരിടുന്നത് എന്നതാണ് PV അൻവറിൻ്റെ ആരോപണം. അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രമസമാധാനം ചുമതലയുള്ള ADGP ആയിട്ടുള്ള MR അജിത് കുമാറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യ സഹോദരന്മാരടക്കമുള്ളവർ ചേർന്ന് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വലിയ തട്ടിപ്പുകളെ കുറിച്ചാണ്. ഇതിനെല്ലാം തൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടെന്നും തെളിവുകൾ തരാമെന്നുമാണ് PV അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല കോഴിക്കോട്ടെ ഒരു സ്വർണ്ണ വ്യവസായി, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഒരാളെ കാണാതായെന്നും അയാളെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് PV അൻവർ നടത്തിയിരിക്കുന്ന മറ്റൊരു ആരോപണം. അപ്പോൾ ഇതൊക്കെ തന്നെ സാധാരണ പോലീസിനെ കൊണ്ടൊന്നും അന്വേഷിക്കേണ്ടതല്ലെന്നും സാക്ഷാൽ ഇപ്പോൾ CBI തന്നെ വന്ന് അന്വേഷിക്കേണ്ട കേസുകളായി തന്നെ മാറിയിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിനായിട്ട് PV അൻവറും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഈ പിണറായി സർക്കാർ തന്നെ താഴെ വീഴാൻ അത് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്.
ഇപ്പോൾ PV അൻവർ തന്നെ നടത്തിയിരിക്കുന്ന ഈ വലിയ വെളിപ്പെടുത്തലുകൾ ശരിക്കും അത് CPM-ന്റെ എന്നല്ല, ഇടതുപക്ഷത്തിന്റെ തന്നെ അടിത്തറ തകർക്കുന്നതാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള PV അൻവറിന്റെ നീക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ മലയാളികളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. ഒരു ഭയവുമില്ല, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് PV അൻവർ ഈ ഒരു യുദ്ധത്തിനായിട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു ആരോപണം, അതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതോടൊപ്പം ബാക്കിയുള്ള നേതാക്കൾക്കും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഉയർത്തിയിട്ടും അൻവർ ആകട്ടെ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം ഒന്ന് സുഖിപ്പിച്ചാണ് വിട്ടത്. നമ്മളെല്ലാവരും അത് കേട്ടതാണ്. പിണറായിയെ സംബന്ധിച്ച് ഇത്രയും ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ്, അതും ഇപ്പോൾ 29ഓളം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പിണറായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില പരിധികളുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് ഇവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി PV അൻവർ പ്രസംഗിച്ചു. പക്ഷേ ഇത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കുള്ള ഒരു താക്കീത് കൂടിയാണ് PV അൻവർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സെപ്റ്റംബർ 1-ാം തീയതി മുതൽ തന്നെ സംസ്ഥാനത്ത് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തൊട്ട് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഈ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനം തകർന്ന് തരിപ്പണമായതിൻ്റെയും ഒക്കെ തന്നെ ഉള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരുടെ അഴിമതി ആരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇനി ചർച്ചയാകാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ കമ്മിറ്റികളിലെല്ലാം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതും PV അൻവറിന്റെ വിഷയം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നെങ്കിൽ PV അൻവർ പറഞ്ഞത് ശരിയെന്ന് ഒരു വിഭാഗം കമ്മിറ്റി അംഗങ്ങളും ഉറച്ചു നിൽക്കും, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അല്ലെങ്കിൽ PV അൻവറിനെ പുറത്താക്കണമെന്നുള്ള നിർദ്ദേശമായിരിക്കും അവർ വയ്ക്കുക. ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ പാർട്ടി സംവിധാനത്തിനുമെതിരെ തിരിഞ്ഞ PV അൻവറുമായിട്ടുള്ള ആ ബന്ധം അവസാനിപ്പിക്കണം എന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളും ഒരുപക്ഷെ ഈ കമ്മിറ്റികളിൽ ഉയർന്നു വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇപ്പോൾ ഈ ഒരു വലിയ യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ അൻവർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് ഒരുപക്ഷെ ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് തന്നെ CPM-ഉമായിട്ടുള്ള ബന്ധം അതിനു മുമ്പേ അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാകാം ഒരുപക്ഷെ. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, മലപ്പുറം ജില്ലയിലാണ്, മാത്രമല്ല ജനിച്ച കാലം മുതൽ തന്നെ UDF-ഉമായിട്ടും കോൺഗ്രസുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. 2 തെരഞ്ഞെടുപ്പുകളിൽ PV അൻവർ വിജയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതും ആദ്യത്തെ പ്രാവശ്യം തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതും കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായിട്ട് 8 പ്രാവശ്യം വിജയിച്ചു വന്ന നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ നിന്നാണ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെയും അതുപോലെ തന്നെ മറ്റൊരു പ്രാവശ്യം ആര്യാടൻ മുഹമ്മദിന്റെ ശിഷ്യനായ VV പ്രകാശിനെയും തോൽപ്പിച്ച് PV അൻവർ നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ PV അൻവർ എന്ന നേതാവിനെ ഇനിയും കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുകാരും ഈ പഴയ ബന്ധം വെച്ച് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് മാത്രമാണ് ഇപ്പോൾ അൻവറിന് ചെറിയ രീതിയിലുള്ള ശത്രുത നിലനിൽക്കുന്നത്. അത് ഈ പ്രധാനമായിട്ട് ഈ സിൽവർ ലൈൻ പോലെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സതീശൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയതായിട്ടൊക്കെ നിയമസഭയിൽ ഉന്നയിച്ച ആളാണ് ഈ PV അൻവർ. അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ ശത്രുതയും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരുപക്ഷെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുമായുള്ള നല്ല ബന്ധം കോൺഗ്രസിലേക്ക് തന്നെ PV അൻവറിനെ അടുപ്പിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഏതായാലും PV അൻവറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരണം എന്നൊരു ആഗ്രഹം അൻവർ പ്രകടിപ്പിച്ചാൽ സുധാകരൻ അത് പാർട്ടിയിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഏതായാലും PV അൻവറിനെ സ്വീകരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഒരുപക്ഷെ കഴിഞ്ഞില്ല എങ്കിൽ, ഇനി അഥവാ അൻവർ കോൺഗ്രസിലേക്ക് വരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചില്ല എങ്കിൽ കൂടിയും അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ട് കൈകോർത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മുന്നോട്ട് വരുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിലമ്പൂർ സീറ്റിൽ അദ്ദേഹം മാറാനും അല്ലെങ്കിൽ നിലമ്പൂരിൽ തന്നെ തുടരാനും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടാൽ തന്നെ അദ്ദേഹം നിലമ്പൂർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള തവനൂർ പോലെയുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ അത് പിടിച്ചെടുക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറിനെ കൊണ്ട് അനായാസം സാധിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു മുതൽക്കൂട്ടായി തന്നെ മാറും. കാരണം മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിന് കൊടുക്കുന്ന സീറ്റാണ് ഈ പറയുന്ന തവനൂർ പോലെയുള്ള സീറ്റുകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കാനും PV അൻവറിനെ കൊണ്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ PV അൻവർ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അഥവാ കോൺഗ്രസിലേക്ക് വരുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് UDF-ലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്, സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ PV അൻവർ വന്നാൽ UDF-ൽ സ്വീകരിക്കുമോ അല്ലെങ്കിൽ അത് കോൺഗ്രസിനെ തകർക്കില്ലേ എന്നൊക്കെയുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ UDF-നെയും ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി 24 മണിക്കൂറും ശ്രദ്ധയോടെ പണിയെടുത്ത MV രാഘവനെ പോലെയുള്ളവരെ രണ്ട് കൈ നീട്ടി സംരക്ഷിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF-ഉം. അതുകൊണ്ട് തന്നെ PV അൻവറിനെ സ്വീകരിക്കാൻ ഇവർക്ക് യാതൊരു മടിയും കാണില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അൻവറിൻ്റെ നീക്കമെന്ന് പറയുന്നത് തന്നെ UDF-ലേക്കുള്ള ഒരു പാലം വലിച്ചിട്ടുകൊണ്ട് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കാരണം അൻവർ പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്, KSU നേതാവായിരുന്നു, യൂണിയൻ ചെയർമാനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എങ്ങാനും വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം മത്സരിച്ചത് CPM-ൻ്റെ ചിഹ്നത്തിലല്ല, അദ്ദേഹം പലപ്പോഴും കത്രിക ചിഹ്നത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഓട്ടോറിക്ഷ പോലെയുള്ള ചിഹ്നങ്ങളിലൊക്കെയാണ് മത്സരിക്കുന്നത്. ഒരു സ്വതന്ത്രനായിട്ടാണ് അൻവർ മത്സരിക്കുന്നത്, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കൊരു അയോഗ്യതയും ലഭിക്കില്ല, താൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ശരിയാണ് എന്നുള്ള ഉറച്ച ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF-ലേക്ക് ഒരു പാലം വലിച്ച് കണ്ണു നട്ടുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വലിയ യുദ്ധമാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ സർക്കാരിനെ വലിച്ച് താഴെ ഇറക്കാനും തകർത്തെറിയാനും ശേഷിയുള്ള തരത്തിലുള്ള ആയുധവുമായിട്ട് ഇപ്പോൾ PV അൻവർ MLA തെളിവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു പോക്ക്, അൻവറിൻ്റെ ഈ ഒരു പോക്കെന്ന് പറയുന്നത് വലതുപക്ഷത്തേക്ക് തന്നെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.